നമസ്കാരം, എല്ലാവർക്കും വോട്ട് ദ ഫസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. കോവിഡ് രണ്ടാം തരംഗം ശക്തി പ്രാപിച്ചെങ്കിലും 2020 അപേക്ഷിച്ച് OTT പ്ലാറ്റ്ഫോം വഴിയും അതുപോലെ തിയേറ്റർ വഴിയുമെല്ലാം കുറേ മലയാള ചലച്ചിത്രങ്ങൾ 2021 പുറത്തു വന്നിരുന്നു. അതിലൊട്ടും പ്രതീക്ഷിക്കാത്ത എന്നാൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഏതാനും ചില മലയാള ചിത്രങ്ങളാണ് ഞങ്ങൾ ഇന്നിവിടെ സർപ്രൈസ് ഹിറ്റ്സ് ഓഫ് ദി ഇയർ 2021 എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ചിത്രങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ മാത്രം അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിനോട് യോജിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. മാത്രമല്ല 2022 വോട്ട് ദ ഫസ്റ്റ് ടീമിൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണിത്. തിരക്കുകൾ കാരണം പതിവായി കോണ്ടൻറ്റ്സ് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലും പരമാവധി പ്രസക്തമായി തന്നെ തുടരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലെ മറ്റു കോണ്ടൻറ്റ്സ് കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വീഡിയോസ് ഷെയർ ചെയ്യുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റിലേക്ക് കടക്കാം. റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈം വഴി പുറത്തു വന്ന ചിത്രമായിരുന്നു ഹോം. ഫീൽ ഗുഡ് ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾ അധികമാണ്. അപ്പോൾ ആ ഒരു ജോൺറയിൽ വരുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ ചിത്രത്തിനും സാധിച്ചിട്ടുണ്ട്. ഹാസ്യ റോളുകൾ ചെയ്ത് നമ്മളെ ഒത്തിരി ചിരിപ്പിച്ച ഇന്ദ്രൻസ് എന്ന നടൻ്റെ വ്യത്യസ്തമായ ഒരു പ്രകടനം കൂടിയായിരുന്നു ഈ ചിത്രത്തിൽ കാണാൻ സാധിച്ചത്. ഇതരമായ ഒരു കഥാശൈലി കൊണ്ടും ടെക്നിക്കൽ ടീമിൻ്റെ മേന്മ കൊണ്ടുമെല്ലാം ഈ ചിത്രം അധികം ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം. മങ്കീപ്പൻ പോലെ അത്ര മികച്ചതായില്ല എങ്കിലും പലർക്കും പോസിറ്റിവിറ്റി നുകരാൻ ഹോമിന് സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ചിത്രത്തിലെ മർമ്മപ്രധാനമായ ആശയം കൊണ്ടും കഥാപാത്രങ്ങളിലെ ഭാഗപ്പിഴവുകൾ കൊണ്ടും വോട്ട് ദ ഫസ്റ്റ് ടീമിന് ഒരു ശരാശരി അനുഭവം മാത്രമാണ് ഈ ചിത്രം. ആശയപരമായ വോട്ട് ദ ഫസ്റ്റ് ടീമിന് കൂടുതൽ ബോധിച്ച ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. മെയിൽ ഡോമിനൻ്റ് അഥവാ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ സ്ഥിതി വളരെ നന്നായി വരച്ചു കാട്ടിയ ഒരു മികച്ച സൃഷ്ടിയാണ് ഈ ചിത്രം. ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡിന് മുന്നേ വരുന്ന താങ്ക് ഗോഡിന് പകരം താങ്ക് സയൻസ് എന്ന് കാണിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ സംവിധായകൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സെൻസിറ്റീവായ എന്നാൽ എന്തുകൊണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തീം വളരെ നന്നായി അതിൻ്റെ എല്ലാ എസൻസും ഉൾക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ജോ ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രം ആമസോൺ പ്രൈം വഴിയാണ് പുറത്തു വന്നത്. പുരോഗമനവാദം എന്ന ലേബൽ ഈ ചിത്രത്തിന് ചാർത്തി കൊടുത്താലും പഴയ ചിന്താഗതിയുടെ ആ ഒരു അപകടങ്ങൾ എല്ലാം തന്നെ ഈ ചിത്രം വളരെ പക്വതയോടെ ഉന്നയിക്കുന്നുണ്ട്. സൈബർ ക്രൈംസ് വളരെയധികം നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേരള സൈബർ സെൽ അന്വേഷിച്ച് തെളിയിച്ച ഏതാനും ചില കേസുകൾ അല്ലെങ്കിൽ സ്കാംസിനെ ആധാരമാക്കിയെടുത്ത ഒരു ചിത്രമായിരുന്നു ഓപ്പറേഷൻ ജാവ. പ്രേമം എന്ന ചിത്രത്തിൻ്റെ സെൻസർ കോപ്പി ലീക്കായ സംഭവത്തിൽ നിന്നുമാണ് ഈ ചിത്രം തുടങ്ങുന്നത്. തരുൺമൂർത്തി എന്ന സംവിധായകൻ ദൃഢമായി ഒരുക്കിയ ഈ ഒരു തിരക്കഥയിൽ പിന്നീടൊരു ആന്തോളജി പോലെ തന്നെ കുറേയധികം കേസുകളും അനേകം കഥാപാത്രങ്ങളെയും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറേ കൂടി ആകർഷണീയമായ ഈ ചിത്രം എന്നാണ് വോട്ട് ദ ഫസ്റ്റ് ടീമിന് തോന്നിയത്. എങ്കിലും മികച്ച BGM അതുപോലെ തന്നെ ക്യാമറ ആംഗിൾ ഇതെല്ലാം കൊണ്ട് സമ്പന്നമായ ഈ ഒരു ചിത്രത്തിൻ്റെ കഥ പറച്ചിൽ മിക്ക പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം പിന്നീട് ZEE5 OTT പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്നു. സോണി ലിവ് വഴി പുറത്തു വന്ന തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രം 51ാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സിൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് നേടിയിരുന്നു. ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷത വളരെ യഥാർത്ഥമായി അഥവാ ഒത്തൻറ്റിക്കായി കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ മലയാളികളിൽ ചിലർക്കെങ്കിലും സബ് ടൈറ്റിൽ ആവശ്യമായി തോന്നുമെങ്കിലും വളരെ മനോഹരമായിട്ടാണ് കാസർഗോഡ് ശൈലിയെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു കല്യാണ നിശ്ചയത്തിന് മുന്നോടിയായി നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ കഥ തയ്യാറാക്കിയിട്ടുള്ളത്. മലയാളികൾക്ക് സുപരിചിതമായ ഒരു നാട്ടിൻപുറവും അവിടങ്ങളിലെ കുടുംബ പശ്ചാത്തലവും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇതെല്ലാം ഇന്നത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിക്കുന്ന തരത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പറ്റം പുതുമുഖങ്ങളിലൂടെ ഇത്തരം ഒരു ചെറിയ കഥയെ നർമ്മത്തിൻ്റെ അകമ്പടിയോടെ അവതരിപ്പിക്കാൻ സെന്ന ഹെഗ്ഡെ എന്ന സംവിധായകന് സാധിച്ചു. ആദ്യ സ്ഥാനത്തുള്ള ചിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വോട്ട് ദ ഫസ്റ്റ് ടീമിൻ്റെ ഈ സ്പെഷ്യൽ മെൻഷൻ ഒന്ന് നോക്കാം. ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്ത് ആമസോൺ പ്രൈം വഴി പുറത്തു വന്ന സാറാസ് സ്പെഷ്യൽ മെൻഷൻ അറിയിക്കുന്നു. അതിനു കാരണം ചിത്രം പറയാൻ ഉദ്ദേശിച്ച വിഷയമാണ്.
ചിത്രത്തിലെ പ്രധാന കഥാപാത്രം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാലും കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലാണ്. ഇതേ അഭിപ്രായമുള്ള ഒരാളെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ചിത്രം പറയുന്നത്. നിലവിലെ സമൂഹത്തിൽ കുട്ടികൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന ആളുകളെ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണിത്. വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ തരക്കേടില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എക്കാലവും സ്വീകാര്യമായ ഒരു ജോൺറയാണ് കോമഡി. 2.5 മണിക്കൂർ മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ കഴിയുന്ന ഒരു പെർഫെക്റ്റ് കോമഡി എൻ്റർടൈനർ ആയിരുന്നു കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസായ ജാനെമൻ. അതുകൊണ്ട് തന്നെ വാട്ട് ദ ഫസിൻ്റെ പട്ടികയിൽ ഈ ചിത്രം 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. കാനഡയിൽ നഴ്സായ വളരെ ഏകാന്തത അനുഭവിക്കുന്ന ചിത്രത്തിൻ്റെ പ്രധാന കഥാപാത്രം തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി കേരളത്തിൽ വരുന്നതും പിന്നീട് നടക്കുന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിദംബരം സംവിധാനം ചെയ്ത ഈ ചിത്രം പറയുന്നത്. കേന്ദ്ര കഥാപാത്രമായ ബേസിൽ ജോസഫിൻ്റെ ഗംഭീര പ്രകടനം കൂടിയായപ്പോൾ എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രമായി മാറി ജാനെമൻ. ഈ ചിത്രം സൺ നെക്സ്റ്റ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ റിലീസിന് തയ്യാറായി ഇരിക്കുകയാണ്. കൂടാതെ ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണാനായി മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഞങ്ങളുടെ ടോപ്പ് 5 സർപ്രൈസ് ഹിറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. അതുപോലെ നിങ്ങൾക്ക് തോന്നിയ 2021 സർപ്രൈസ് ഹിറ്റ്സ് താഴെ കമൻസായി രേഖപ്പെടുത്തുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.